ഇംഗ്ലീഷ് ഭാഷ പഠിക്കുകയോ പഠിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിൽ അനുഭവിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഏതൊരു ഭാഷാ പഠനത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സംസാരിക്കുക എന്നുള്ളതാണ്. സംസാരിച്ചാൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഭാഷ പഠനം ശരിക്കും പറഞ്ഞാൽ സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഭാഷ സംസാരിക്കാൻ സാധിക്കുള്ളൂ. കുറേ ആളുകളുടെ ഉള്ളിൽ നല്ല ആഗ്രഹം ഉണ്ടാകും, അതായത് എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം, എനിക്ക് ജോബിൽ ഒന്നുകൂടി കയറ്റം കിട്ടും, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോവുകയാണ്, വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോവുകയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന അതിയായ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അവരാരും എന്ത് ചെയ്യില്ല, സംസാരിക്കാൻ റെഡി ആവില്ല. സംസാരിക്കലോ അത് നടക്കുന്ന പരിപാടിയല്ല. ഇത് ഒന്നുകൂടി നിങ്ങൾക്ക് വേറൊരു ഉദാഹരണം വെച്ചിട്ട് ഞാൻ അത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ആവും. അതായത് നിങ്ങളിപ്പോൾ നീന്താൻ നന്നായിട്ട് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നീന്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കുളത്തിലെവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾ പറയാണ്, വെള്ളത്തിൽ നീന്തൽ എനിക്ക് പഠിക്കണം, പക്ഷേ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല. അത് പറ്റൂല, നടക്കുന്ന കാര്യമാണോ? അതായത് നിങ്ങൾ ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സംസാരിക്കണം. ഏതുപോലെ നീന്തൽ പഠിക്കണം, നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങണം. ഇവിടെ തന്നെ കുറേ ആളുകൾ നേരിടുന്ന മെയിൻ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് അവർ നന്നായിട്ട് ഭയക്കുന്നുണ്ട്. അതായത് എൻ്റെ ഗ്രാമർ ശരിയില്ല, അത് ശരിയില്ല, ഇത് ശരിയില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെ സ്വന്തത്തിലൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതൊക്കെ പാട് നിങ്ങൾ ചിന്തിച്ച് കൂട്ടിയിട്ട് ഒരു പ്രൊഫഷൻ മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭാഷ പഠിക്കാൻ പോകുന്നില്ല. എങ്ങനെ ഇപ്പോൾ ഒരാൾ നീന്തൽ പഠിക്കാൻ പോകുമ്പോൾ വേറെ ലോല എന്ത് വിചാരിക്കുക, എനിക്ക് കൈയിട്ടടിക്കൽ എൻ്റെ ശരിയല്ല, കാലിട്ടടിക്കുന്ന സ്റ്റൈല് ശരിയല്ല, ഇതൊക്കെ പാടെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുകയാണെന്ന് നിങ്ങൾ ഒരിക്കലും അത് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ സംസാരിക്കൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യടോ, പിന്നെ ബാക്കി കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞില്ലേ. ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സാമ്പിളൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു അബ്സല്യൂട്ട് ബിഗിനർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അബ്സല്യൂട്ട് ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ച് നോക്കും. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, പിന്നെ എൻ്റെ എന്ത് ചെയ്തു, ബ്രഷ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, ദെൻ ഐ ബ്രഷ് മൈ ടീത്ത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാം, ചിലപ്പോൾ അറിയില്ല. അറിയാത്ത സമയത്ത് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേഷനോ മറ്റു സഹായത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇത് പഠിക്കുന്നത്. നമ്മൾ പറയില്ലേ, ഇതെനിക്ക് അറിയൂല എന്നുള്ള ചിന്ത കിട്ടുന്നത് ശരിക്കും എപ്പോഴാണ്, നമ്മളത് ഉപയോഗിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വേറൊരു കാര്യം കൂടി അതിനോട് അനുബന്ധിച്ച് പറയുകയാണ്, നമ്മുടെ മൈൻഡ് എപ്പോഴും കംഫർട്ടബിളായിട്ട് ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കാനാണ് നമ്മുടെ മൈൻഡിന് ഇഷ്ടം. നമ്മുടെ മൈൻഡിന് ഇഷ്ടമല്ല തന്നെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. ഒരു എക്സാമ്പിൾ, നമ്മൾ ഇങ്ങനെ റീല് കണ്ടിരിക്കുന്ന വലിയ പണിയൊന്നുമില്ല, നമ്മൾ എക്സ്ട്രാ പണി കൊടുക്കൊന്നും വേണ്ട. പക്ഷേ നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോഴോ പുതിയൊരു കാര്യം പഠിക്കുമ്പോഴോ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. അതൊരിക്കലും നമ്മുടെ മൈൻഡിന് ഇഷ്ടമല്ല. അപ്പോൾ മൈൻഡ് ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ തരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഡിസ്കംഫർട്ട് സോണിലേക്ക് കയറുന്നത്, അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഭാഷാ പഠനം ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഭാഷ പഠിക്കുമ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, അത് നോക്കണം, ഇത് പഠിക്കണം, ഇത് പഠിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, അതങ്ങോട്ട് റിസൾട്ടും കിട്ടുന്നില്ല, അങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും ആ കംഫർട്ട് സോൺ എന്താ, ഇതൊന്നും പഠിക്കാത്ത ആ കംഫർട്ട് സോണിലേക്ക് മാറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, there is a no gain without a pain. നിങ്ങൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മസിൽസ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി ബോഡി ബിൽഡ് ചെയ്യണം എന്ന് കരുതി നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ ഫസ്റ്റത്തെ ഡേയ്സ് അബ്സല്യൂട്ട് ഇറ്റ് പെയിൻഫുൾ ആയിരിക്കും. നിങ്ങളുടെ കൈയിൻ്റെ ഓരോ കോർണറിൽ വേദന ആവുക, അവിടെ വേദന, ഇവിടെ വേദന, അങ്ങനെ ഒരുപാടുണ്ടാകും. അതേ സെയിം സാധനം തന്നെയാണ് നിങ്ങൾ ഭാഷ പഠിക്കുമ്പോൾ ഓരോ നെഗറ്റീവ് തോട്ട്സുകൾ, അതൊരോ പെയിൻ പോയിൻറ്റ്സുകളാണ്. ഗ്രാമർ അറിയില്ല, ഇതൊന്നും തലയ്ക്ക് കയറുന്നില്ല, ഞാൻ ഇന്നലെ പ്രാക്ടീസ് ചെയ്തത് മനസ്സിലേക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ദർ ഈസ് എ നോ ഗെയിൻ വിത്തൗട്ട് എ പെയിൻ ഇല്ലാതെ ഒരു നേട്ടവും നിങ്ങൾ എന്ത് ചെയ്യില്ല, നേടൂല. പിന്നെ മൂന്നാമത് എന്തെങ്കിലും മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് എന്താ വെച്ചാൽ, ബി പേഷ്യൻറ്റ്. അതായത് എല്ലാത്തിനും സമയമെടുക്കും. നിങ്ങൾ ജിമ്മിൽ പോയിട്ട് 2 ദിവസം നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് വരുത്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മസിൽസ് തരില്ല. ഇറ്റ്സ് ടേക്ക് ടൈം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഭാഷാ പഠനം, കുറച്ചൊക്കെ സമയമെടുക്കും. ആ സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ പണിയെടുത്ത് പോകണം. നിങ്ങൾക്കൊരു ദിവസം എന്തായാലും റിസൾട്ട് വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഡോണ്ട് ഫോക്കസ് ഓൺ ദ റിസൾട്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റിസൾട്ടുകളെ ഫോക്കസ് ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ്സുകളെ ഫോക്കസ് ചെയ്യുക. അതായത്
ഇന്ന് ഞാൻ 5 മിനിറ്റ് ഇംഗ്ലീഷിൽ സംസാരിച്ചു. അതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുക, അതിൽ നിങ്ങൾ ഹാപ്പി ആവും. നമ്മൾ പറയില്ലേ, ലൈഫ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കൊച്ചു ലൈഫാണ്. അപ്പോൾ അതിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു ജോയികൾ നിങ്ങൾ എൻജോയ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇന്നലെ ഒന്നും എനിക്ക് പ്രഭാത കാര്യങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല, ഇന്ന് എനിക്കത് സംസാരിക്കാൻ അറിയുന്നുണ്ട്. ഇന്നലെ എൻ്റെ പെങ്ങളോട് അല്ലെങ്കിൽ സിസ്റ്ററോട് എനിക്ക് സംസാരിക്കാൻ പേടിയിരുന്നു, ഇന്ന് എനിക്കത് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ 1 മിനിറ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്തു. ഇന്ന് ഞാൻ ജെമിനായും വെച്ചിട്ട് AI ടൂളുമായിട്ട് സംസാരിച്ചു. AI ടൂളുമായിട്ട് എങ്ങനെ ഭാഷ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊച്ചു കൊച്ചു പ്രോഗ്രസ്സുകൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ജേണി അല്ലെങ്കിൽ ഭാഷാ പഠനത്തിൻ്റെ ആ ജേണിൻ്റെ ആ ഒരു മനോഹാരിത ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുക. നമ്മൾ പറയില്ലേ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ജേണി. നിങ്ങൾ ഈ ജേണി ആസ്വദിക്കാൻ ശ്രമിക്കുക, മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക. ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ ഭാഷാ പഠനങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ ഒരു കുഞ്ഞു കമൻറ്റ്, ഹെൽപ്ഫുൾ എന്നുള്ളൊരു കമൻറ്റ് ഇടുക. അതേപോലെ തന്നെ ഭാഷ റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ കുറേ അനുഭവങ്ങൾ, എൻ്റെ കുറേ ഇൻസൈറ്റുകളാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.